അതല്ലാതെ മുമ്പേ പറഞ്ഞ പോലെ വൈൻ്റെയും വീഞ്ഞിൻ്റെയും കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് അതൊരു ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. സഭാ നേതൃത്വമായി ചർച്ച നടത്തിയോ? ഏതെങ്കിലും ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നോ? ആശയവിനിമയം എന്തെങ്കിലും? ഈ വിഷയം ഇപ്പോഴും ഉണ്ടായതല്ലേ ഉള്ളൂ. അന്നേരം തന്നെ നമ്മൾ പ്രതികരിക്കുകയുണ്ടായി. മനസ്സിലായോ? ഇതൊന്നും സർക്കാർ എപ്പോഴും ഇടതുപക്ഷ സർക്കാർ എല്ലാ മതങ്ങളെയും യോജിപ്പിച്ച് അവരെ യാത്രയോടുകൂടിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ അഭിപ്രായമല്ല. നമസ്കാരം. മുന്തിരിയിട്ട് വാറ്റിയ മദ്യവും മധുരമുള്ള കേക്കും നുണഞ്ഞു കഴിഞ്ഞപ്പോൾ മെത്രാന്മാർ ക്രൈസ്തവരെ മറന്നു, ക്രൈസ്തവ സഭയുടെ വികാരത്തെ മറന്നു, പാവപ്പെട്ട ക്രൈസ്തവർ മണിപ്പൂരിൽ വെന്തുമരിച്ച കാര്യങ്ങൾ മറന്നു എന്നാണ് സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത്. ഈ പ്രസ്താവനയ്ക്ക് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്രൈസ്തവ വിശ്വാസികളിൽ നിന്ന് പ്രതിഷേധമുയരുകയുണ്ടായി. ഇന്ന് പരസ്യമായി ക്രൈസ്തവ സഭയുടെ മുഖപത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ദീപിക ദിനപത്രം പോലും സജി ചെറിയാനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനുമെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതും അവർ മുഖപത്രം എഴുതി എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്നാൽ സജി ചെറിയാൻ തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ അദ്ദേഹം മുന്തിരിയിട്ട് വാറ്റിയ വീഞ്ഞും കേക്കും നുണഞ്ഞ മെത്രാന്മാരുടെ ക്രൈസ്തവരെ മറന്നു എന്നുള്ള ഭാഗം പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ തന്റെ രാഷ്ട്രീയ പരാമർശങ്ങളിൽ നിന്ന് താൻ വ്യതിചലിക്കുന്നില്ല എന്ന് തന്നെയാണ് സജി ചെറിയാൻ എടുത്തു പറഞ്ഞത്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം നിർത്തുക എന്നുള്ള BJPയുടെ തന്ത്രമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് സജി ചെറിയാൻ എടുത്തു പറഞ്ഞത്. എന്നാൽ ഇവിടെയുള്ള പ്രബല ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം മതവിഭാഗത്തെ BJP തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സജി ചെറിയാൻ വളരെ പ്രകോപനപരമായ രീതിയിൽ തന്നെ സംസാരിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മന്ത്രി ഇതുപോലെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിക്കാമോ, അത്തരത്തിൽ ഒരു പരാമർശം നടത്താമോ എന്നുള്ളതെല്ലാം നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ സജി ചെറിയാൻ വീണ്ടും വിവാദങ്ങളിൽ നിറയുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. BJP ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തുന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള മുഹമ്മദീയരായ അല്ലെങ്കിൽ ഇസ്ലാമികളായ ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ള തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്, അഭിപ്രായപ്പെടുന്നത്. ഇത് ഒരു മന്ത്രിക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് ക്രൈസ്തവ സമൂഹവും ഇന്നലെ മുതൽ പ്രതികരിക്കുന്നത്. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായ ജോസ് കെ മാണിയെ കണ്ടപ്പോൾ ഇത്തരം കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് ആരായുകയുണ്ടായി. അതായത് മുന്തിരിയിട്ട് വാറ്റിയ വീഞ്ഞും മധുരമുള്ള കേക്കും നുണഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ, മെത്രാന്മാർ ക്രൈസ്തവ സമൂഹത്തെ മറന്നു, മണിപ്പൂരിൽ പിടഞ്ഞു മരിച്ച ക്രൈസ്തവരെ മറന്നു എന്നുള്ള വിവാദ പരാമർശം നടത്തിയ സജി ചെറിയാന്റെ പരാമർശത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സമുന്നത നേതാവായ ജോസ് കെ മാണിയോട് അഭിപ്രായം ആരായുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അത് ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ ഞഞ്ഞാപിഞ്ഞ എന്ന് നാടൻ ഭാഷയിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ജോസ് കെ മാണിയിൽ നിന്നും ഉണ്ടായത്. സജി ചെറിയാന്റെ പ്രസ്താവനയിൽ സജി ചെറിയാൻ തന്നെ പിൻവലിച്ചിട്ടുണ്ടല്ലോ എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. കേക്കും വീഞ്ഞും മുതലായ പരാമർശങ്ങൾ മാത്രമേ സജി ചെറിയാൻ പിൻവലിച്ചിട്ടുള്ളൂ എന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റെല്ലാം LDFന്റെ നേതാവ് തന്നെ, അതായത് സംസ്ഥാനത്തിന്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. എന്നാൽ MV ഗോവിന്ദന്റെ അഭിപ്രായം ആരായുവാനല്ല മാധ്യമപ്രവർത്തകർ ജോസ് കെ മാണിയോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത്. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അഭിപ്രായം ആരായുവാനാണ് മാധ്യമപ്രവർത്തകർ ജോസ് കെ മാണിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തിയത്. സജി ചെറിയാന്റെ പ്രസ്താവന LDFന്റെ പ്രസ്താവനയല്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ സജി ചെറിയാന്റെ പ്രസ്താവനയെ കുറിച്ച് KM മാണിയുടെ പാർട്ടിയായ മാണി കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ജോസ് കെ മാണിയുടെ അഭിപ്രായം എന്താണ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചത്. അതിന് എവിടെയും തൊടാത്ത രീതിയിലുള്ള ഉത്തരമാണ് ജോസ് കെ മാണി പറഞ്ഞത്. ഇത് തന്നെയാണ് കോട്ടയത്ത് നവകേരള സദസ്സ് നടക്കുമ്പോൾ മാണി ഗ്രൂപ്പിന്റെ MP ആയ തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി വിലക്കിയ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴും ജോസ് കെ മാണി ഉരുണ്ടുമാറിയാണ് പറഞ്ഞത്. അത് പിറ്റേ ദിവസം നടന്ന പ്രഭാത വിരുന്നിൽ മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ പൗരപ്രമുഖരോട് വ്യക്തമാക്കിയിരുന്നല്ലോ എന്നാണ് പറഞ്ഞത്. പൗരപ്രമുഖരോട് മാത്രമല്ല മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് എന്നുള്ള കാര്യം ജോസ് കെ മാണി മറന്നുപോയി എന്ന് തോന്നുന്നു. ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ തന്നെ സമുന്നതനായ നേതാവായ പലരോടും മുഖ്യമന്ത്രിയുടെ
സമീപനം ഇതാണെന്നിരിക്കെ തോമസ് ചാഴിക്കാടൻ എന്ന കോട്ടയത്തിന്റെ സ്വന്തം MP റബ്ബർ കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങളാണ് നവകേരള സദസ്സിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. എന്നും കർഷകർക്കൊപ്പമാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ MP റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല, ഈ പരിപാടിയുടെ ഉദ്ദേശം ഇതല്ല എന്നാണ് മുഖ്യമന്ത്രി ധരിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ ജോസ് കെ മാണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകരോട് ജോസ് കെ മാണി പറഞ്ഞതാകട്ടെ, അത് പിറ്റേ ദിവസം മുഖ്യമന്ത്രി പൗരപ്രമുഖരെ കണ്ടപ്പോൾ കാപ്പി കുടിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ എന്നുള്ള വളരെ ജുഗുപ്സാവഹമായ ഒരു ഉത്തരമാണ്, വളരെ മ്ലേച്ഛമായ ഒരു ഉത്തരമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശം തെറ്റാണെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുവാനോ ജോസ് കെ മാണി ഒരു കാരണവശാലും മെനക്കെട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ആർജവം കാണിച്ചില്ല, ധൈര്യം കാണിച്ചില്ല, നട്ടലുണ്ടായില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും ഇനി വഹിച്ചുകൊണ്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചില അഭ്യൂഹങ്ങൾ എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ്കാർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ഇങ്ങനെ എന്ത് നാണക്കേടും സഹിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഇപ്പോൾ മുറുമുറുപ്പ് ഉയരുന്നത്. പല നേതാക്കളും ഇത് പരസ്യമാക്കി കഴിഞ്ഞു എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇക്കാരണങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KM മാണിയുടെ കേരള കോൺഗ്രസ്, ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എം വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനകത്ത് നിന്ന് കേൾക്കുന്ന പല സ്വരങ്ങളും. ഇതിന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു വാർത്ത കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യന്മാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തന്നെയാണ് അവരുടെ അഭിപ്രായവും. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയെയും ഇപ്പോൾ സജി ചെറിയാനെയും ഒരു കാരണവശാലും കുറ്റപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ നൊമ്പരപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുവാൻ ജോസ് കെ മാണി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത. സഭയോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, അതായത് സഭയെ സജി ചെറിയാൻ ആക്ഷേപിച്ചു, മെത്രന്മാരെ ആക്ഷേപിച്ചു എന്നുള്ള കാര്യങ്ങൾ സഭയുമായി ജോസ് കെ മാണി സംസാരിച്ചിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിപ്പോൾ ഉണ്ടായ സംഭവമാണല്ലോ, അത് സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജോസ് കെ മാണി പറഞ്ഞത്. സഭയും സഭാ നേതൃത്വവും ഉചിതമായ തീരുമാനങ്ങൾ സജി ചെറിയാന്റെ വിഷയത്തിൽ കൈക്കൊള്ളും എന്ന് പറഞ്ഞൊഴിഞ്ഞ ജോസ് കെ മാണി തന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണെന്നുള്ളത് വെട്ടിത്തുറന്നു പറയുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് സഭയെയും പിണക്കുവാൻ ജോസ് കെ മാണി തയ്യാറല്ല, സജി ചെറിയാനെയും മുഖ്യമന്ത്രിയെയും പിണക്കുവാൻ ജോസ് കെ മാണി തയ്യാറല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ജോസ് കെ മാണി എന്തുത്തരം പറഞ്ഞാലും ഒന്നുകിൽ അത് സഭയ്ക്ക് എതിരായി മാറും, അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സജി ചെറിയാനും എതിരായി മാറും. അതുകൊണ്ട് രണ്ടു കൂട്ടരെയും വിഷമിപ്പിക്കേണ്ട. ഈ രണ്ടു കൂട്ടരും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ നന്നായി ബാധിക്കും എന്ന് മറ്റാരേക്കാൾ നന്നായി ജോസ് കെ മാണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞഞ്ഞാ പിഞ്ഞാ വർത്തമാനം പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉരുണ്ട് കളിച്ചുള്ള ഒരു മറുപടിയാണ് നൽകിയത്. ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് നമുക്കൊന്ന് കേൾക്കാം. ഇത് പ്രധാനമായും ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു ചടങ്ങിലേക്ക് പോകുന്നത് ഒരു പുതിയ കീഴ്വഴക്കമല്ല. അത് ആ ക്ഷണിക്കുന്ന സർക്കാരിനോട് അവരുടെ നിലപാടിൽ യോജിച്ചാന്ന് കരുതേണ്ട ആവശ്യവുമില്ല. ഈ അദ്ദേഹം പറഞ്ഞത് ഈ വീഞ്ഞ് പോലുള്ള പരാമർശങ്ങൾ പിൻവലിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഈ മണിപ്പൂർ വിഷയം ഉന്നയിക്കേണ്ടതായിരുന്നു പ്രധാനമന്ത്രിയോട്. അല്ല, അതാണല്ലോ ഈ പ്രധാനമായ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. അത് അദ്ദേഹം എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ ആക്ഷേപത്തോട് സർക്കാരും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ സഭയും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. സഭ അത് വളരെ കൃത്യമായി അറിയിക്കേണ്ട ഫോറത്തിൽ അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്, കേരള കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, എല്ലാം പാർലമെന്റിനകത്ത് നടത്തിയിട്ടുണ്ട്, പുറത്തുനിന്ന് നടത്തിയിട്ടുണ്ട്, ഇവിടെ നടത്തിയിട്ടുണ്ട്, എല്ലാം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫോറത്തിൽ അത് നടത്തിയിട്ടുണ്ട്. ഒരു സാധാരണ CPM പ്രവർത്തകൻ വിമർശിക്കുന്ന പോലെ ഒരു മന്ത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം, അപ്പം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്പം സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, അത് കറക്റ്റ് ചെയ്തല്ലോ. മാത്രമല്ല LDFന്റെ സെക്രട്ടറി സംസാരിച്ചല്ലോ, അത് എന്താണ് പറഞ്ഞതെന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം, അത് സർക്കാരിൻ്റെ അഭിപ്രായമല്ല. ഇടതുമുന്നണി വന്നതിന് ശേഷം ഇത്തരം സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കുന്നതിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? പ്രതിരോധത്തിലാണോ കേരള കോൺഗ്രസ്?
അല്ല, ഇതിപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് സൂചിപ്പിച്ചത്. അതല്ലാതെ മുമ്പേ പറഞ്ഞ പോലെ വൈൻ്റെയും വീഞ്ഞിൻ്റെയും കാര്യത്തിൽ അദ്ദേഹം ആ പറഞ്ഞത് അതൊരു ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. സഭാ നേതൃത്വമായി ചർച്ച നടത്തിയോ? ഏതെങ്കിലും ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നോ? ആശയവിനിമയം എന്തെങ്കിലും ഈ നടത്തിയോ? വിഷയം ഇപ്പോഴും ഉണ്ടായതല്ലേ ഉള്ളൂ. അന്നേരം തന്നെ നമ്മൾ പ്രതികരിക്കുകയുണ്ടായി. മനസ്സിലായോ? ഇതൊന്നും സർക്കാർ എപ്പോഴും ഇടതു വച്ച സർക്കാർ എല്ലാ മതങ്ങളെയും യോജിപ്പിച്ച് അവരെ യാത്രയോടുകൂടിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ അഭിപ്രായമല്ല. ഈ പാർട്ടി എംപിക്കെതിരെ ഉണ്ടായ ഒരു പരാമർശം, മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പിന്നീട് പ്രതികരണം അതെല്ലാം കഴിഞ്ഞു പോയതല്ല. പലപ്പോഴും കേരള കോൺഗ്രസ് പുലർത്തുന്ന ഒരു മൗനം, ആ മൗനത്തെ വലിയ ആയുധമാക്കി എതിരാളികൾ അതല്ല, കൃത്യമായി അതിൻ്റെ പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണത്തിൽ പത്രക്കാരനെ ചോദ്യം ചോദിച്ചു. അതിൻ്റെ കൃത്യമായി മുഖ്യമന്ത്രി അതിന് മറുപടിയും പറഞ്ഞു. അത് പറഞ്ഞ് പിന്നെ അതിനെപ്പറ്റി വലുതാക്കി ഉയർപ്പിച്ചു കൊണ്ടിട്ട കാര്യമില്ല. അത് കൃത്യമായി കേരള കോൺഗ്രസ് പാർട്ടി കർഷകർക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.